പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിട്ടത്. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ അന്ന് നിനക്ക് 3 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞ സിസ്റ്റ് അതവിടെ കാണാനില്ല, നിൻ്റെ റൈറ്റ് ഓവറിയിലുണ്ടെന്ന് പറഞ്ഞ ആ സിസ്റ്റ് അവിടെ ഇല്ല. അങ്ങനെ മാതാവ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് തന്നത്. അതേപോലെ എന്നെ സാക്ഷിയായ ഉയർത്തി. അതുപോലെ തന്നെ എൻ്റെ അനിയത്തി ജെസ്സി എന്നാണ് പേര്. അവൾ നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് ഇയറിൽ അനാട്ടമി ഭയങ്കര പാടുള്ള ഒരു വിഷയമായിരുന്നു. അവൾക്ക് അനാട്ടമി വിഷയം എഴുതിയിട്ട് കിട്ടിയില്ല. സപ്ലി എഴുതി, അതിലും കിട്ടിയില്ല. അവളും മാനസികമായിട്ട് ഇത് നിർത്തുകയാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല നീ വിഷമിക്കേണ്ട, ഞാൻ മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, മെയ്യിൽ പോകുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, ചേച്ചി ഞാനെന്നാ റീവാലുവേഷന് കൊടുക്കാമോ ഒന്നും കൂടി. അവൾ കൊടുത്തു. ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് രാത്രിയിലാണ് ഞങ്ങളിവിടെ വന്നത്. മാതാവിനോട് പ്രാർത്ഥിച്ചു, അവളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അവളെ സാക്ഷിയായി മാറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളിവിടെ 1-ാം തീയതി വന്നു. 3-ാം തീയതി മെയ് 3-ാം തീയതിയാണ് അവളുടെ റിവാലുവേഷൻ റിസൾട്ട് വന്നത്. അവൾ പാസ്സായി. ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി.